Hi everyone, welcome back to my YouTube channel. So I am Aisha Ruba, and if you're first time here, do subscribe to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നീറ്റ് 2025 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യണോ റിപ്പീറ്റ് ചെയ്യണോ എന്നൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. അതേപോലെ തന്നെ +2 കഴിഞ്ഞിട്ട് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോണോ എന്ന് ഡൗട്ട് അടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത് അവരുടെ ഹോസ്റ്റലാണ്. ഹോസ്റ്റലിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റിംഗ് അവരുടെ സ്റ്റഡി ഹോൾ സിസ്റ്റം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, സ്റ്റഡി ഹോൾ സിസ്റ്റത്തിൻ്റെ ടൈമിങ്ങിനെ കുറിച്ച് ആദ്യം പറയാം. സ്റ്റഡി ഹോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ 4:30 മണിക്ക് സ്റ്റഡി ഹോൾ യൂണിവേഴ്സൽ ഹോസ്റ്റലിൽ ബെല്ലടിക്കും. 4:30 ബെല്ലടിച്ച് വെച്ചിട്ട് ആ സമയത്ത് എണീക്കണമെന്നൊന്നുമില്ല, നമ്മളെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് എണീക്കാം. ഞാനൊരു 4:30 4:45 സമയത്ത് എണീച്ചിരുന്നു. കാരണം എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മളെ കൺവീനിയൻസിനനുസരിച്ച് എണീക്കാം. 5:30 എണീക്കണവരുണ്ട്. അപ്പം എന്നിട്ട് 5:45 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും സ്റ്റഡി ഹാളിൽ എത്തണം. അത് യൂണിഫോം ഇട്ടിട്ട് റെഡി ആയിട്ട് സ്റ്റഡി ഹാളിൽ എത്തുക. എന്നിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. എന്നിട്ട് പിന്നെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 7 മണി അതേപോലെ 7:30 ആകുമ്പോഴത്തേക്കും പിന്നെ ബെല്ലടിക്കും. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റുള്ള ബെല്ലാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒക്കെ റെഡി ആയതിൻ്റെ ശേഷം ഒരു 8 മണി 8:30 8:20 ആ ഒരു റേഞ്ചിനുള്ളിൽ യൂണിവേഴ്സൽ ബസ്സൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്തായാലും ബസ് കയറുക. എന്നിട്ട് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാം. അവിടെ എത്തിയിട്ട് നമ്മൾ പഠനം കാര്യങ്ങളും ക്ലാസ്സൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഈവനിങ് 4 മണി 4:30. അപ്പോൾ എന്താ വെച്ചാൽ റിപ്പീറ്റ് ചെയ്യണവർക്കും റിപ്പീറ്റ് ചെയ്യണവർക്കൊക്കെ ടൈമിങ് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും 4 മണി 4:30 അതിൻ്റെ ഇടയിലായിരിക്കും ബെല്ലുണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെയും ബസ് കയറിയിട്ട് നമ്മൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഹോസ്റ്റലിൽ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഒരു 5:30 ആകുമ്പോഴത്തേനും ഞാൻ സ്റ്റഡി ഹോൾ കയറിയിരുന്നു. ഒരു 5:45 6 മണി അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, സ്റ്റഡി ഹോളിൽ തന്നെ തിരിച്ച് കയറാൻ വേണ്ടി നോക്കുക. അപ്പോൾ എന്തായാലും കയറണം, പണം വാടകയൊക്കെ ഒപ്പത്തിന് എത്തിയിട്ടുണ്ടാവും. കയറിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ പഠിക്കാനിരിക്കുക. പിന്നെ മഗ്‌രിബിന് ഒരു 10 മിനിറ്റാണ് നമുക്ക് ബ്രേക്ക് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ നിസ്കാരമൊക്കെ കഴിച്ചിട്ട് പിന്നെയും സ്റ്റഡി ഹോൾ വന്നിരിക്കുക. എന്നിട്ട് ലാസ്റ്റ് 7:30 മണിക്ക് ഒരു ഡിന്നർ ബ്രേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 8:30 വരെയാണ് ആ ബ്രേക്ക് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇശാ നിസ്കരിക്കുക, ഫുഡ് കഴിക്കുക, ആ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് 8:30 ആകുമ്പോൾ പിന്നെയും സ്റ്റഡി ഹോളിൽ കയറുക. പിന്നെ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്കാണ്. 10 മണിക്ക് ടു ഒരു 10:15 അല്ലെങ്കിൽ 10:10 വരെ കുറച്ച് ബ്രേക്ക് ഉണ്ടാവുള്ളൂ. 10-15 മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 11 മണിക്ക് ലോങ് ബെല്ലാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരും സ്റ്റഡി ഹോളിൽ ഇരിക്കാൻ വേണ്ടി പാടില്ല. പക്ഷേ ഈ ലാസ്റ്റ് ഒരു ജനുവരി ഒക്കെ ആവുന്ന സമയത്തേക്ക് ഒരു 12 മണിയൊക്കെ വരെ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ പെർമിഷൻ അങ്ങനെ ഉണ്ടായതുകൊണ്ട് പിന്നെ 12 മണിയൊക്കെ വരെ കുട്ടികൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇരിക്കാം. പക്ഷേ അതിൻ്റെ മുന്നേ വരെ അത്ര സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സ്റ്റഡി ഹോളിൻ്റെ ടൈമിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഹോസ്റ്റൽ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് പകുതി സെറ്റാണ്. കാരണം എനിക്ക് ഹോസ്റ്റൽ ആദ്യം സെറ്റാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈവൻ തോ ഞാൻ വേറെ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് യൂണിവേഴ്സൽ ഹോസ്റ്റൽ സെറ്റാകാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ്. നമുക്കൊരു കോൺഫിഡൻസ് വരും. നമ്മൾ എത്ര പഠിച്ചത്, എത്ര ഹോസ്റ്റലിൽ നിന്നിക്കണം എന്നുള്ള ഒരു കോൺഫിഡൻസ് എന്തായാലും വരും. പിന്നെ ഇവിടുന്ന് ഉഴപ്പാനുള്ള ഒരു ചാൻസേ ഇവിടെ ഇല്ല. കാരണം ഇവിടെ ഒരു കറക്റ്റ് ഷെഡ്യൂളുണ്ട്. ഈ സമയത്ത് എണീക്കുക, ഈ സമയത്ത് കിടക്കുക, അതേപോലെ തന്നെ ഈ സമയത്തിന് സ്റ്റഡി ഹോളിൽ കയറിയിരിക്കണം. അത് നല്ല നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ മാഡന്മാരുടെ വഴക്ക് കേൾക്കും. അപ്പോൾ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് പോയാൽ മാത്രം മതി. പിന്നെ എൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ എനിക്ക് സ്ലീപ്പിംഗ് ഷെഡ്യൂൾ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച സമയത്ത് കുറച്ച് ടെൻഷനുള്ള ഒരാളായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ എണീക്കുക, ചിലപ്പോൾ നല്ല ലേറ്റ് ആയിട്ട് കിടക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിൽ വന്നതിന് ശേഷമാണ് എൻ്റെ അതൊക്കെ ഒന്ന് സെറ്റായത്. അപ്പോൾ ഞാൻ ഈ സമയത്ത് എണീക്കുന്നതും ആ സ്ലീപ്പിംഗ് ഷെഡ്യൂളൊക്കെ എനിക്ക് സെറ്റായത് യൂണിവേഴ്സിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡാണ്, നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂണിവേഴ്സിൽ 2 ഇയേഴ്സ് ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഫുഡ് അങ്ങനെ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ മടുക്കേ അങ്ങനെ വയറുവേദനയും കാര്യങ്ങളോ അങ്ങനെയൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഫുഡ് അടിപൊളി ഫുഡാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ഓക്കെ ആവുന്ന ഫുഡായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും, ഇപ്പോൾ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ഒരുവിധം എല്ലാ ജില്ലയിൽ നിന്നും കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആർക്കും അങ്ങനെ ഫുഡ് വലിയ പ്രശ്നമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഫുഡൊക്കെ നല്ല അടിപൊളിയാണ്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫുഡിൻ്റെ പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം ചിക്കനാണ്, ഒരു ദിവസം ബീഫ് ഉണ്ടാവും, വെള്ളിയാഴ്ച ബീഫ് ഉണ്ടാവും. പിന്നെ വീക്കിലി 2 ദിവസം വെജിറ്റേറിയൻ. അങ്ങനെയാണ് ഫുഡിൻ്റെ ഇത് വരുന്നത്. പിന്നെ വീട്ടിൽ വിളിക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് സൺഡേസ് ആണ് വീട്ടിൽ വിളിക്കാൻ വേണ്ടി കിട്ടുക. അതും ഒരു 10-15 മിനിറ്റാണ് മാക്സിമം നമുക്ക് വീട്ടിൽ വിളിക്കാൻ വേണ്ടി കിട്ടുള്ളൂ. ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഫാക്കൽറ്റീസാണ്. ഓരോ സബ്ജക്റ്റ് എക്സ്പേർട്സും അടിപൊളിയായിരുന്നു. ഒരു ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു തരുന്ന സാർമാരായിരുന്നു. ഇപ്പം ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർമാർ വയ്യാൽ അങ്ങനെ പോകുന്നൊരു കുട്ടിയല്ല. പോവും, പക്ഷെ എന്തായാലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പോവും, അങ്ങനെ ഉള്ളൂ. പക്ഷേ ചില കുട്ടികളുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയായിരുന്നു, ടൈം ടേബിൾ ചോദിച്ചു പോവുക, അതേപോലെ തന്നെ ഇങ്ങനെ പഠിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും.
പിന്നെ സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 വർഷം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ ഇയറിലുള്ള സ്റ്റഡി മെറ്റീരിയലും ഈ സെക്കൻഡ് ഇയറിൽ വന്നതും നല്ല വ്യത്യാസമുണ്ട്. മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോക്ക് 2 മൊഡ്യൂൾ, കെമിസ്ട്രിക്ക് 2 മൊഡ്യൂൾ, ഫിസിക്സിന് 2 മൊഡ്യൂൾ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ കൊല്ലം ഒരുപാട് മെറ്റീരിയൽ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫിസിക്സിന് തന്നെ ഒരു 5-6 മെറ്റീരിയൽ ഉണ്ടായിരുന്നു. കാരണം ഒരു മൊഡ്യൂളിൽ കുറച്ച് ചാപ്റ്റർ ഉണ്ടാവുള്ളൂ, ഒരു 5-6 ചാപ്റ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ ചാപ്റ്ററിന് മുന്നായിട്ട് കുറച്ച് ബ്രീഫായിട്ട് ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള കുറച്ച് കണ്ടൻറ്റൊക്കെ തന്നിട്ടു. പിന്നെ ലെവൽ 1, ലെവൽ 2 ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ടാണ് കഴിഞ്ഞ കൊല്ലത്തെ മെറ്റീരിയൽ ഉണ്ടായത്. അതാണ് മെറ്റീരിയലിനെ കുറിച്ച് പറയാൻ. പിന്നെ മെറ്റീരിയൽ എന്താ, അതന്നെ പോയി പഠിച്ചാൽ മതി. കാരണം അത്രമാത്രം ക്വസ്റ്റ്യൻ അതിലുണ്ട്. പിന്നെ അതൊക്കെ പഠിക്കാനുള്ള ടൈം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നല്ല വൃത്തിക്ക് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ മെൻറ്റർഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ 2 വർഷം പഠിച്ചല്ലോ. അപ്പോൾ 2 ഇയറിലും നിങ്ങൾക്ക് സെയിം മെൻറ്റർ തന്നെയായിരുന്നു. അപ്പോൾ മിസ്സിന് എന്നെ ഓൾറെഡി നല്ല അറിയായിരുന്നു. ഞാൻ വന്ന സമയത്ത് എൻ്റെ മാർക്കിൻ്റെ റേഞ്ച് എത്രയാണ്, ഞാനിപ്പോൾ എനിക്ക് എത്ര ഉണ്ട്, ഞാൻ എത്ര ഇമ്പ്രൂവ് ആയി, ഞാൻ എവിടെയാണ് എനിക്ക് തെറ്റുന്നത്, അങ്ങനത്തെ ഒക്കെ മെൻറ്റർ എല്ലാം പറഞ്ഞിരുന്നിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ കമ്പ്യൂട്ടറിൽ നമുക്ക് ഡാറ്റ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എത്ര തെറ്റിക്കുന്നുണ്ട്, എത്ര അറ്റൻഡ് ചെയ്യാത്തതുണ്ട്, ഞാൻ എത്ര ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതൊക്കെ അതിൻ്റെ ഡാറ്റ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ചില ക്വസ്റ്റ്യൻസ് അല്ല, ഞാനിപ്പോൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്രാമത്തെ റാങ്കിലാണ്, അതേപോലെ തന്നെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ എത്രാമത്തെ റാങ്കിലാണ് എന്നുള്ളതൊക്കെ എല്ലാ ഡീറ്റെയിൽസും വേണ്ടിയിരുന്നു. അപ്പം മെൻറ്റർ അത് വെച്ചെങ്ങാണ്ട് അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഗൈഡ് ചെയ്തിരുന്നു, ചെയ്തിരുന്നു. പിന്നെ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് സാറിനെ പോയി കാണിയിരുന്നു. സാർ എപ്പോഴും സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്തിരുന്നു. നമ്മൾ പ്രശ്നങ്ങൾ കേൾക്കാനും നമുക്ക് ഇനി എന്തെങ്കിലും സങ്കടങ്ങളാണെങ്കിലോ അതല്ലെങ്കിൽ ഇനി മാർക്ക് കുറയാത്തതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതേപോലെ തന്നെ നമുക്ക് മോട്ടിവേഷൻ വേണമെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് സാറിനെ പോയി കാണാം. സാർ എപ്പോഴും ഹെൽപ്പ് ചെയ്തിരുന്നു. അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്തിട്ട് നമ്മളൊരു ഗൈഡായിട്ട് നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് പിന്നെ ഒന്ന് പറയാനുള്ളത്. അപ്പോൾ ഇനി മോഡൽ എക്സാമിനെ കുറിച്ചും അതേപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റിനെ കുറിച്ചും എങ്ങനെയൊക്കെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ ചേർന്ന് കഴിഞ്ഞ് ഒരു 3 ആഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് ഈ വീക്ക്ലി എക്സാമിൻ്റെ ഷെഡ്യൂൾ തരിക. ഒന്നൊക്കെ നമുക്ക് ക്ലാസ്സിൽ വന്ന് വായിക്കും, അതല്ലെങ്കിൽ ടാബിൽ നോട്ടിഫിക്കേഷൻ വരും, രണ്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലൊരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആഴ്ചയിൽ 4 ദിവസം കൂടുമ്പോൾ ഒരു എക്സാം, ആ രീതിക്കാണ് പോവുക. അപ്പോൾ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്സ്, ഒരു കെമിസ്ട്രി, ഒരു ബോട്ടണി, ഒരു സുവോളജി അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ മാറും, ചിലപ്പോൾ 5 6 6ലുണ്ട്. ഇത് കൂടാതെ നമുക്കൊരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ എന്താവും, ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് തുടങ്ങും. അത് പറഞ്ഞാൽ ഒരു 10 മൊഡ്യൂൾ ഉണ്ടാവും. അപ്പോൾ ഒരു മൊഡ്യൂളിലും ഒരു 8 ചാപ്റ്റർ, അങ്ങനെ ഒരു ആവറേജ് ഉണ്ടാവും. ഒരു 8 ഉണ്ടാവാറുണ്ട്, ചിലതിൽ 9 ഉണ്ടാവും, ചിലപ്പോൾ 7 ഉണ്ടാവും. ആ രീതിയിലാണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഫിസിക്സിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് 1D 2D, കെമിസ്ട്രിയിലാണെങ്കിൽ സം ബേസിക് കോൺസെപ്റ്റ്സ്, അതേപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം, അതേപോലെ തന്നെ പിന്നെ ബയോളജിക്ക് വരികയാണെങ്കിൽ ലിവിങ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിട്ടും, അനിമൽ കിട്ടും. ഇത്ര ചാപ്റ്റർ കൂടിയതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാം ഉണ്ടാവും. അതിപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സാം വരിക. അതും ഒരു സൺഡേ കാരം എക്സാം വരിക. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. വീക്ക്ലി എക്സാം കൂടാതെ ഇതും കൂടി നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇത് ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ 10 മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുൾ സിലബസ് ഒരു പ്രാവശ്യം ഒരു കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെ ടെസ്റ്റ് സീരീസ് അല്ല, ഒരു വീക്ക്ലി എക്സാമിൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് മോഡൽ തുടങ്ങുകയാണെങ്കിൽ, മോഡൽ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിൽ ഇതേപോലെ തന്നെ 10 മൊഡ്യൂളായിട്ടാണ് ഉണ്ടാവുക. അതിന് 10 മൊഡ്യൂളിൽ ഇതേപോലെ തന്നെ 7 to 8 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു വീക്ക്ലി എക്സാം കഴിഞ്ഞു. അതിനെ വീക്ക്ലി എക്സാമിന് കൂടെ തന്നെ ഓരോ സൺഡേസിലായിട്ട് നമ്മൾ ഒരു ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസിൻ്റെ ഒരു ഫുൾ ടെസ്റ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം മോഡൽ എക്സാം ഒക്കെ വരുന്ന സമയത്ത് 10 മൊഡ്യൂളായിട്ട് ഉണ്ടാവുക. 10 മൊഡ്യൂളായിട്ട് ഈ ഫുൾ സിലബസ് ഒരു പ്രാവശ്യം കവർ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തുണ്ടാവും, ഫുൾ ടെസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ രാവിലെ യൂണിറ്റ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ഫുൾ മോക്ക് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു പ്രാവശ്യം തീർക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു യൂണിവേഴ്സലിൻ്റെ തന്നെ കുറച്ച് ഫുൾ ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസിൻ്റെ കുറച്ചൊരു ഫുൾ മോക്ക്, ഒരു 12 മൊഡ്യൂളൊക്കെ 12 എക്സാമായിട്ട് ഫുൾ ടെസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണ് മോഡൽ എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് 2 years ആയിട്ട് യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. കോഴ്സ് ഫീ ആയിക്കോട്ടെ, ഹോസ്റ്റൽ ഫീ ആയിക്കോട്ടെ, എനിക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നീറ്റിൻ്റെ സ്കോർ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ +1 പഠിക്കുന്നവർക്കും +2 കഴിഞ്ഞാൽ അവിടെ മാർക്കിൻ്റെ ബേസിസിൽ ഒരു സ്കോളർഷിപ്പ് ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. പിന്നെ നീറ്റ് കഴിഞ്ഞവർക്കും ഒരു നീറ്റിൻ്റെ സ്കോറിനനുസരിച്ച് എത്രയാണോ സ്കോർ അതിനനുസരിച്ചുള്ള സ്കോളർഷിപ്പ് ഉണ്ടാവും. അപ്പോൾ നല്ല സ്കോളർഷിപ്പ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യലുണ്ട്. ഇപ്പം ഞാൻ 2 വർഷമായിട്ടും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് പഠിച്ചത്. പിന്നെ ഒരു ഇത് പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽ ലോൺ റെസിസ്റ്റ് ആണ്. ലോൺ റെസിസ്റ്റം വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. യൂണിവേഴ്സൽ എന്തായാലും ലോൺ റെസിസ്റ്റ് ആണ്. നമ്മൾ വാഷ് ചെയ്തിട്ട് അങ്ങനെ കുറേ ടൈം പോക്കേണ്ട ആവശ്യമില്ല. വീക്കിലി 2 പ്രാവശ്യം ലോണ്ടറി ഉണ്ട്. അവരത് കൊണ്ടുപോയിട്ട് നമ്മൾ കറക്റ്റ് എത്ര ഡ്രസ്സ് എന്നുള്ള കാര്യങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്തിട്ട് അയൺ ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുവന്ന് തരും. അപ്പോൾ ആ കാര്യത്തിൽ
യൂണിവേഴ്സിൽ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ പാരൻസ് ഒക്കെ ദുബായിലായിരുന്നു. അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ പോകല് വരല് ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ പാരൻസ് ആരും ഇല്ല. പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കാൻ ഒരാൾ വരണം, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് യൂണിവേഴ്സിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായി. കാരണം യൂണിവേഴ്സലിൻ്റെ ഹോസ്റ്റലിലേക്ക് തന്നെ അക്ഷയക്കാർ വന്നിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നു. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിൻ്റെ എക്സാമിന് പോകുന്ന സമയത്ത് അപ്പോൾ നീറ്റ് ആവണമെന്നില്ല, വേറെ ഏത് എക്സാം ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ കീം ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യുസാറ്റ് ആയിക്കോട്ടെ, ഏത് എക്സാം ആണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ തന്നെ കൊണ്ടുപോകും. ഇപ്പോൾ നീറ്റിന് മുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ തന്നെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. പാരൻസ് വരണമെന്ന് നിർബന്ധമില്ലായിരുന്നു. അത് പിന്നെ എനിക്ക് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോ അത്രയൊക്കെയുള്ളൂ എനിക്ക് എൻ്റെ വീഡിയോയെ കുറിച്ച് പറയാൻ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഞാൻ വിട്ടുപോയതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.